നമസ്കാരം. യുക്രൈൻ യുദ്ധം മനുഷ്യർക്ക് മാത്രമല്ല, ആ നാട്ടിലെ തെരുവു നായ്ക്കളുടെ ജീവിതത്തിനും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യുദ്ധം തുടങ്ങി ഏകദേശം 4 വർഷം പിന്നിടുമ്പോൾ അവിടുത്തെ തെരുവു നായ്ക്കളുടെ സ്വാഭാവിക തിരഞ്ഞെടുപ്പിൽ വൻ മാറ്റങ്ങൾ സംഭവിച്ചതായി യുക്രൈനിലെ എൽവിവ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രകൃതിക്ഷോഭങ്ങളോ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളോ ഉണ്ടാക്കുന്നതിന് സമാനമായ വേഗതയേറിയ ജൈവിക മാറ്റങ്ങളാണ് നായ്ക്കളിൽ ദൃശ്യമാകുന്നതെന്ന് പഠനം വ്യക്തമാക്കുന്നു. പോളണ്ട്, ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുമായി സഹകരിച്ചാണ് യുക്രൈനിലെ ഗവേഷകർ ഈ പഠനം നടത്തിയത്. കിഴക്കൻ അതിർത്തി മേഖലകൾ, മധ്യഭാഗത്തെ അപകടകരമായ പ്രദേശങ്ങൾ, താരതമ്യേന സുരക്ഷിതമായ പടിഞ്ഞാറൻ മേഖലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 763 നായ്ക്കളെയാണ് അവർ നിരീക്ഷണ വിധേയമാക്കിയത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്ന നായ്ക്കൾക്ക് അതിജീവനത്തിന് സഹായിക്കുന്ന പ്രത്യേക ശാരീരിക സവിശേഷതകൾ കൈവന്നതായി ഗവേഷകർ ശ്രദ്ധിച്ചു. മനുഷ്യ സാന്നിധ്യം കുറഞ്ഞ അപകടകരമായ മേഖലകളിൽ നായ്ക്കളുടെ വലിപ്പം ഗണ്യമായി കുറഞ്ഞതായാണ് കണ്ടെത്തൽ. ഭക്ഷണം കൃത്യമായി നൽകുവാൻ ആരുമില്ലാത്ത അവസ്ഥയെയും ഒറ്റപ്പെടലിനെയും ഇവയുടെ ശരീരഭാരത്തെയും രൂപത്തെയും ബാധിച്ചു. അതിർത്തി മേഖലകളിൽ കാണപ്പെടുന്ന നായ്ക്കൾക്ക് വലിപ്പം കുറഞ്ഞ ശരീരം, കൂർത്ത ചെവികൾ, നീളമേറിയ മൂക്കുകൾ എന്നിവയാണുള്ളത്. മനുഷ്യർക്ക് കാണാൻ ഭംഗിയുള്ള തൂങ്ങിക്കിടക്കുന്ന ചെവികളോ കുറുകിയ മൂക്കോ ഉള്ള നായ്ക്കൾ യുദ്ധമേഖലകളിൽ അത്യപൂർവമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇത്തരം വൈൽഡ് ടൈപ്പ് ശാരീരിക മാറ്റങ്ങളാണ് കഠിനമായ യുദ്ധ സാഹചര്യങ്ങൾ നേരിടുവാൻ ഇവയെ സഹായിച്ചത്. മനുഷ്യൻ്റെ ആശ്രയമില്ലാതെ ജീവിക്കാൻ പ്രയാസപ്പെട്ട നായ്ക്കൾ അതിക്രൂരമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഷെല്ലാക്രമണങ്ങളിലും വെടിവയ്പ്പിലും മുറിവേറ്റും അംഗഭംഗം സംഭവിച്ചും ജീവിക്കുന്ന നിരവധി നായ്ക്കളെ ഗവേഷകർ കണ്ടെത്തി. പലതിനും അവയവങ്ങൾ നഷ്ടപ്പെടുകയും കണ്ണിന് പരിക്കേൽക്കുകയും ചർമ്മരോഗങ്ങൾ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില നായ്ക്കൾ മനുഷ്യരുമായി സമ്പർക്കം പുലർത്താൻ ഭയപ്പെടുന്നവരും അക്രമാസക്തരുമായി മാറിയിരിക്കുന്നു. തുറസായ സ്ഥലങ്ങളിൽ മനുഷ്യ മൃതദേഹങ്ങൾ ഭക്ഷിക്കുന്ന രീതിയിലേക്ക് വരെ ഇവയുടെ സ്വഭാവം മാറിയിട്ടുണ്ടെന്നതാണ് യുദ്ധം സൃഷ്ടിക്കുന്ന ദാരുണമായ കാഴ്ച. പഠനമനുസരിച്ച് അതിർത്തി മേഖലകളിൽ പ്രായമായതോ രോഗികളായതോ ആയ നായ്ക്കൾ തീരെ കുറവാണ്. പട്ടിണിയും മരുന്നിൻ്റെ അഭാവവും ശത്രുക്കളുടെ ആക്രമണവും മൂലം ദുർബലരായ നായ്ക്കൾക്ക് അവിടെ അതിജീവിക്കുവാൻ കഴിയുന്നില്ല. ഇത് അതിശക്തവും വേഗതയേറിയുമായ ഒരു സ്വാഭാവിക തിരഞ്ഞെടുപ്പാണ്. ശാരീരികമായി കരുത്തുള്ളവരും കഠിനമായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നവരും മാത്രം അതിജീവിക്കുന്ന ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു. നായ്ക്കളുടെ ഏതാനും തലമുറകൾ മാത്രം കടന്നുപോയ ഒരു ചെറിയ കാലയളവായതിനാൽ ഈ മാറ്റങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ജനിതക മാറ്റങ്ങളിലേക്ക് നയിക്കുമോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാനാവില്ല. എങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ ജനിതക തലത്തിൽ സ്വാധീനം ചെലുത്തുവാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നുമില്ല. എവല്യൂഷണറി ആപ്ലിക്കേഷൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം മനുഷ്യനിർമ്മിതമായ യുദ്ധങ്ങൾ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. യുദ്ധം നശിപ്പിക്കുന്നത് മനുഷ്യജീവിതങ്ങളെയും കെട്ടിടങ്ങളെയും മാത്രമല്ല, അത് പ്രകൃതിയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥയെയും ജീവജാലങ്ങളുടെ പരിണാമത്തെയും കൂടി ബാധിക്കുന്നുവെന്ന് ഈ പഠനം ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.